ശ്രീ റെജി ലൂക്കോസ്, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കിയതിന്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നതിൽ ഒരു തർക്കവുമില്ല. നോക്കൂ, സംഘടനാ തലത്തിൽ CPMന്റെ അടിവേരറുക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ആളുകൾ BJPയിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ എപ്പോഴും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ് എന്ന തോന്നൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. ഇതിൽ നിന്ന് കരകയറാൻ ചില ഗിമ്മിക്കുകളൊക്കെ നിങ്ങൾ മുന്നോട്ട് വെച്ചു, പക്ഷേ അതെല്ലാം ചീറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടായി. മെക്സവിന്റെ കാര്യത്തിൽ പറഞ്ഞു, അതെല്ലാം ചീറ്റിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തള്ളാനും കൊള്ളാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ CPM എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പൊതുസമൂഹത്തെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത് നല്ല രാഷ്ട്രീയ ബോധവും നല്ല എന്താ പറയാ വിവേകവും ഉള്ള ഒരു ജനമാണ് കേരളം. അതിനെ ഇങ്ങനെ വക്രീകരിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ വായിക്കുന്നതിൽ വന്ന അബദ്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, 2019 ഞങ്ങൾക്ക് ഒരൊറ്റ സീറ്റേ കിട്ടിയുള്ളൂ. ആലപ്പുഴ കേവലം 11,200 വോട്ട് മാത്രമേ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇതുപോലെ തന്നെ ഞങ്ങൾ പരാജയപ്പെട്ടു. 2024 ഞങ്ങൾ ഇതുപോലെ പരാജയപ്പെട്ടു ലോക്സഭാ ഇലക്ഷനിൽ. എന്നാൽ 2021 2019 ശേഷം കണ്ട കഥ എന്താ? നിങ്ങളെല്ലാം എഴുതി തള്ളേണ്ട ഈ പാർട്ടി 91 സീറ്റോട് വന്നില്ല. ഇതെല്ലാവരും എപ്പോഴും പറയുന്നതാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാണ്. ദേശീയ തലത്തിൽ BJPക്കെതിരെ ഉള്ള ഒരു മുന്നണി വിജയിച്ച് കയറുന്നുള്ള ആഗ്രഹത്തിൽ അവർ വോട്ട് ചെയ്ത് കോൺഗ്രസിനോട് തെറ്റുമില്ല കാര്യത്തിൽ. ഞങ്ങളതിനെ ഒന്നും കാര്യമായ രീതിയിലൊന്നും പരിഗണിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ഒരു മുന്നണിയിലാണ് ദേശീയ തലത്തിൽ. 2026 ഈ നാട്ടിലെ ജനങ്ങൾ ഇതുപോലെ തന്നെ ചിന്തിച്ച് CPM ഇതിൽ കൂടുതൽ വോട്ടിൽ ഭൂരിപക്ഷം ജയിപ്പിക്കും. നിങ്ങൾ ഇങ്ങനത്തെ ചർച്ചകൾ നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിവേകത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ്. ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ. കേരളത്തിനെ സംബന്ധിച്ച് നോക്കും, ഇന്ത്യയിൽ ഞാൻ ഇടപെടുന്നതുകൊണ്ട് ദയവേത് അങ്ങ് ക്ഷമിക്കണം. എന്നോട് ഇടപെടുന്നുള്ളൂ. അതെ, വളരെ കൃത്യമായി പാർട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് ശേഷം പാർട്ടി വളരെ കൃത്യമായി പറഞ്ഞ ഒരു റിപ്പോർട്ടാണല്ലോ ഇത്. ഹിന്ദു വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് ചോർന്നു പോകുന്നു. ഇതിന് വ്യക്തമായ കാരണമുണ്ട്. ആ പോയ ഹിന്ദു വോട്ടുകൾ തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള പെടപ്പാടിലാണ് പാർട്ടി ഇപ്പോൾ. ഹിന്ദു വോട്ട് ചോർന്നു പോയെന്നൊരു വാക്ക് എവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂ? നിങ്ങളതാണ് പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ചേരാത്ത വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതിന് മുമ്പായിട്ട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ സമയം അനുവദിക്കണം. അധികം സമയം നീട്ടുകയില്ല. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പൊ ഭരണത്തിരിക്കുന്നവരാണ്. ജമാഅത്തെ മുന്നണി അല്ലെ പിന്നെ വർഗീയ സംഘടന പിന്തുണയ്ക്കുന്ന യൂനസ് എന്ന് പറയുന്ന ഒരു മുൻ നോബൽ സമ്മാന വിദ്വാനാണ് ഇപ്പൊ അവിടുത്തെ ഉപദേഷ്ടാവ്. അയാൾ തന്നെ ഭരിക്കുന്നത്. അവിടെ 1 കോടിയിലധികം അല്ലെ 1 കോടിയാണ് 9 ലക്ഷം എന്ന കണക്കുകൾ പറയുന്നത്. ഹിന്ദു സമൂഹത്തെയും മൈക്രോ മൈനോറിറ്റിയായ ക്രിസ്ത്യൻ, ബുദ്ധ, പിന്നെ ജൈന സമൂഹത്തിലെയും അവിടെ നടക്കുന്ന അട്രോസിറ്റികൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട്? അത്ര ഭീകരമാണത്. പലതും പുറത്തു വരുന്നില്ല. അതിഭീകരമായിട്ടുള്ള അവരെ വെട്ടിക്കൊല്ലുന്നു, അവരുടെ വാസസ്ഥലങ്ങളെല്ലാം കത്തിച്ചു കളയുന്നു, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, വംശഹത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടം. ആ ഭരണകൂടത്തിന് എതിരായിട്ട് ഒരു അക്ഷരം ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയുടെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് ആരാണ്? എപ്പോഴാണ് മറ്റു മാധ്യമങ്ങൾ ഇതൊന്ന് തൊടാൻ തയ്യാറായത്? അല്ലെങ്കിൽ എനിക്ക് നീതിവാദത്തിൽ ഇടപെട്ടത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ലീഗിന് സപ്പോർട്ടാണോ അല്ലെങ്കിൽ വർഗീയവാദികൾക്ക് സപ്പോർട്ടാണോ? ഞാൻ പറഞ്ഞു പൂത്തിരിക്കട്ടെ, ഞാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. അതുകൂടെ കേട്ടിട്ട് വേണ്ടേ? ലോകം ശ്രദ്ധിക്കുന്നതാണ് അവിടെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, ഇന്റർനാഷണലിലെ ഏറ്റവും ഭീകരമായ വാർത്ത വന്നിരിക്കുന്ന അവിടുത്തെ പിന്നെ വംശഹത്യയെ കുറിച്ച്. അവിടെ സന്യാസിമാർ പോലും ജയിലിലാണ്. ഒരു ഹിന്ദു സഹോദരനെ ഒരു സംഗീതത്തിന് 3000 അദ്ദേഹത്തിന് സംഗീതോപകരണങ്ങൾ കത്തിച്ചു കളഞ്ഞ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തു. ലോകം അവിടെ ഈ പറഞ്ഞ ഇന്ത്യയിലെ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഇന്ന് വരെ അതിനെതിരെ അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? എന്താ കാരണം? ഈ ജമാഅത്തെ ഇസ്ലാമിനെ പിടക്കാൻ പറ്റാത്തതുകൊണ്ടാ. CPM എന്താണ് പറഞ്ഞത്? അവിടെ ഹിന്ദു എന്നൊരു വാക്ക് ഉപയോഗിച്ചോ? അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന ഒരു വാക്ക് ഉപയോഗിച്ചോ? അവിടെ ന്യൂനപക്ഷം വേട്ടയാടപ്പെടുന്നു എന്ന് മാത്രമാണ് CPM പറഞ്ഞു വെച്ചത്. ഇത് കഷ്ടമുണ്ടെങ്കിലും ചർച്ച കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ പരസ്യമായിട്ട് പ്രസ്താവന പുറപ്പെടുവിച്ചു. ബംഗ്ലാദേശിലെ നരവേട്ടയ്ക്കെതിരെ, ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ DYFI ദേശവ്യാപകമായിട്ട് അതിനെ പ്രതിഷേധിച്ച് ഞങ്ങൾ തീർത്തു. ഈ നരവേട്ടയ്ക്കെതിരെ എന്നിട്ട് പറയാം CPM എന്താ ചെയ്തത്? CPM അന്തസ്സായിട്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് കോൺഗ്രസും ഈ ലീഗും ഒന്നും അക്ഷരം വേണ്ടാത്ത? ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തീവ്രവാദ സംഘടന, ലോകത്തിന് ഭീഷണിയായ സംഘടന ഭരിക്കുന്ന രാജ്യത്തെ ഈ രീതിയിലുള്ള മൈനോറിറ്റികളെ അട്രോസിറ്റിക്ക് വിധേയമായിട്ട് പൂർവ്വം പൈശാചികമായിട്ട് കൊന്നൊടുക്കുന്നതിനെതിരെ ഒരു അക്ഷരം മുന്നിൽ. എന്താ കാരണം? ദേശീയ തലത്തിൽ ആ വർഗീയ പാർട്ടി പ്രസ്ഥാനമായിട്ട് ഇവർക്ക് ധാരണയുണ്ട്.
അതാണെന്ന് മുരളീധരൻ പറഞ്ഞു 2009 ഞങ്ങൾ പരസ്യധാരണയിൽ എത്തിയെന്നുള്ളല്ലോ. ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെ തടയുന്നത്? ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിനെതിരെയല്ല പറയുന്നത്, മുസ്ലിം തീവ്രവാദത്തിനെതിരെയാണ്. അതേ നാണയത്തിൽ ഞങ്ങൾ ഹൈന്ദവ തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. ഈ പറയുന്ന സുഖിപ്പിയിൽ രാഷ്ട്രീയമാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ വേട്ടയാടുന്നത് എന്തുകൊണ്ടാ? ഞങ്ങളെ പോലെയുള്ള മതേതരത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടും സോഷ്യൽ ഫാബ്രിക്കേഷൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ത്യാഗങ്ങൾ സഹിച്ചു ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് സൂഹിക്കുന്നില്ല. നിങ്ങളൊരു മതരാഷ്ട്ര പ്രസ്ഥാനത്തിനെ വർഗീയവാദ പ്രസ്ഥാനമായ BJPയെയും RSSനെയും പിന്തുണയ്ക്കാനായിട്ട് ഈ മതേതര കക്ഷിയായി നിങ്ങൾ ഈ രീതിയിൽ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിൽ അത്ഭുതമില്ല. അതാണ് ഞാൻ ഈ ചർച്ചയുടെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാ. കേരളത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട ജനങ്ങളും മഹാഭൂരിപക്ഷവും മതസൗഹാർദ്ദത്തിലും തീവ്ര വർഗീയതയ്ക്ക് എതിരെയാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാക്കിറിനോട് പറഞ്ഞത് സമസ്തയുടെ നിലപാടെന്താണ്. സമസ്ത രഹസ്യവും കൂടി പറഞ്ഞല്ല, പരസ്യമായിട്ട് പറഞ്ഞാൽ ഒരു ചർച്ചയിൽ ഞാൻ അത് അവരുടെ പ്രതിയായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നതാളാ. അവർ പരസ്യമായിട്ട് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ നയം എന്താണ്, നിങ്ങൾ സമസ്ത തള്ളി പറയുന്നുണ്ടോ? എന്തിനാണ് ഷാക്കിർ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശിയത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങൾക്ക് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൊണ്ടുവന്ന് വെള്ളം പൂശിപ്പിക്കാമോ? അതേ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. കാരണം എന്താ? അതിന്റെ ഒരു മതേതര മുഖമുണ്ടെന്നുള്ളൊരു നാട്യമുള്ളതുകൊണ്ടാ ആ മതേതര മുഖം തകർന്നിരിക്കുന്നു. നിങ്ങൾ ആരുടെ കൂടെ കൈകോർക്കും? നാണമില്ലേ നിങ്ങൾക്ക് BJPയും കോൺഗ്രസും ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ SDP ഒക്കെ ഒന്നു ചേർന്നുകൊണ്ട് ജനാധിപത്യത്തിനെ കളങ്കം ചേർക്കാനായിട്ട് നിങ്ങളുടെ ഒന്നും വിലപ്പോകത്തില്ല. VD സതീശൻ എന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കാം. VD സതീശൻ പറഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞു കേരളീയം പറഞ്ഞ് അതേ VD സതീശനാണ് ഈ എല്ലാവരുമായിട്ട് കൈകോർത്തുകൊണ്ട് പാലക്കാടും അല്ലല്ല വോട്ടും യാചിച്ച് നടന്നത്. ഒറ്റ ഓഫീസിൽ ഇവരെല്ലാം ഒന്നിച്ചിരുന്നു. VD സതീശനെയൊക്കെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുൻപത്ത് പോയി ശരിയാണോ തെറ്റാണോ ഒരു പ്രാവശ്യം പറഞ്ഞു അവിടെ അത് വക്കഭൂമി അല്ല എന്ന് പറഞ്ഞു. ഒരു മാസം മുമ്പ് മുനമ്പൻ ജനത ഇന്നലത്തെ തീരുമാനം എന്താണെന്ന് അറിയാമോ? നിങ്ങളെ വിശ്വസിക്കുന്നില്ല. CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാനില്ല എന്ന് മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുകയാണ്. നിങ്ങളെ ആരാണ് വിശ്വസിക്കുന്നത്? ഇത് കേൾക്കും. ഞാൻ സതീശനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പൊള്ളുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നുക. അല്ല, ഇരു മുന്നണികളെയുമാണ് ഞാൻ പറയുന്നത്. സംസാരിച്ചാൽ മതിയോ? ശരി ശരി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും കേരളത്തിന് പുറത്തായാലും ഒരേ മുഖമുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് ബംഗ്ലാദേശിലെ വംശഹത്യ. ഇതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നത് മതേതര കേരളം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. CK ഷാക്കിർ. ഓക്കെ, പറയാം. അതിനു മുമ്പ് ശ്രീ റെജി ലൂക്കാസ് പറഞ്ഞില്ല, ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഈ ജനൻ TV തന്നെ മെക്സവനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത വിഷയമാണ്, അതുകൊണ്ട് അതിൽ പോകുന്നില്ല. പക്ഷെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മെക്സവൻ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആകെ AP സുന്നി വിഭാഗത്തിലെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അക്കിയം അസരിയും അതുപോലെ തന്നെ മറ്റാളുകൾ തിരുത്തി പറഞ്ഞു. അതുപോലെ തന്നെ P മോഹനനും ആദ്യമായി വളരെ മോശമായി അതും തിരുത്തി പറഞ്ഞു. ആ വിഷയം കഴിഞ്ഞതാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് ഹിറ്റ്ലർ മന്ത്രിസഭയിലെ ജോസഫ് ഗീബൽസിന്റെ പണി ദയവായി റെജി ലൂക്കോസ് എടുക്കരുത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് എല്ലാ ചാനലും ചേരി പറഞ്ഞ് അത് ശരിയാണെന്ന് ആളുകൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ജനങ്ങൾ വളരെ ലൈവാണ്, കാര്യങ്ങൾ ബോധ്യമുള്ളവരാണ്. മറ്റൊരു കാര്യം ചോദിച്ചു അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ കെണിയിൽ പറയാം ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ നിങ്ങൾ ഈ ചർച്ചയെ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കെണിയിലും ഞങ്ങൾ വീഴുന്നില്ല, മറ്റേതെങ്കിലും കക്ഷികളുടെ കെണിയിൽ ഞങ്ങൾ വീഴുന്നില്ല. ഞാൻ പറയാം, ഇപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ ആക്രമിക്കുന്നതായാലും ഇന്ത്യയിൽ BJP RSS ഉൾപ്പെടെയുള്ള ആളുകൾ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതും ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലുന്നതും എല്ലാം പാടില്ല എന്ന് പരസ്യമായി നിലപാട് പറയുന്നവരും പ്രാവർത്തികമാക്കുന്നവരുമാണ് മുസ്ലിം ലീഗിന്റെ ആളുകൾ. അങ്ങനെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവിടെ മതം നോക്കാൻ പാടില്ല. അവിടെ ഹൈന്ദവനായാലും ശരി, ക്രൈസ്തവനായാലും ശരി, മുസൽമാനായാലും ശരി, മനുഷ്യന്മാരെ ആക്രമിക്കാൻ പാടില്ല. അത് ശരിയായ ഒരു നിലക്കും ഏത് രാജ്യത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഞാൻ ചോദിക്കേണ്ട തീരുമാ ഇപ്പൊ BJPയുടെ സുഹൃത്ത് എഴുന്നേറ്റ് പോയി, അദ്ദേഹം പോയ സ്ഥിതി കൂടുതൽ പറയണില്ല. അതായത് സോറി, അതായത് അദ്ദേഹത്തിന് അസാന്നിധ്യത്തിൽ ചർച്ച ചെയ്യണേലും ഓക്കെ, അതായത് മനസ്സിലായി.
അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ ആര്യൻ മിശ്ര എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവ് ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരു മാസം മുമ്പ് കൊല്ലപ്പെട്ടു. ഞാൻ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി നിലക്ക് അവിടെ പോയി അദ്ദേഹത്തിന്റെ അമ്മ ഉമാ മിശ്രയെ കണ്ടു. അവിടെ പശു ഭീകരര് ആര്യൻ മിശ്രയെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇപ്പൊ സമ്പലിൽ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഞാൻ യൂത്ത് ലീഗ് സംഘത്തിനൊപ്പം സന്ദർശിച്ചു. പള്ളിയിൽ നിന്ന് കാലങ്ങളായി ആരാധിക്കുന്ന പള്ളിയെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിടിച്ചെടുക്കാനും ഭരണകൂടം ശ്രമിക്കുന്നു. ഇവിടെ അഖിലാക്കനെ പോലെയുള്ള ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടരാണ്. ഒരു മനുഷ്യരെയും അങ്ങനെ ഐഡിയോളജിയിൽ നമുക്ക് പ്രശ്നമില്ല ജമാഅത്ത് ഇസ്ലാമിയുമായി. അല്ല, അവിടെ ഭരണകൂട ഭീകരതയൊക്കെ എങ്ങനെ പറയുന്നത്? അവിടെ സുപ്രീം കോടതി നിർദ്ദേശമുണ്ടല്ലോ. അല്ല, സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. 947 ആരാധനാലയ സംരക്ഷണ നിയമം. അങ്ങനെ പറഞ്ഞു പോകരുത്. സാമ്പലിൽ മരിച്ച 3 പേരുടെയും ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ എവിടെ നിന്നുള്ളതായിരുന്നു? UP പോലീസ് ഉപയോഗിക്കുന്നതല്ല, അത് പാക് നിർമ്മിത വെടിയുണ്ടകളായിരുന്നു. പോലീസ് അതിനിഷ്ഠൂരമായി UP പോലീസ് അതിക്രൂരമായി വെടിവെച്ചു കൊന്നു. ഒരു കുഴപ്പമുണ്ടാക്കാത്ത, ഒരു സംഘർഷത്തിന് നിൽക്കാത്ത പാവപ്പെട്ട വിശ്വാസികളെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയതാ. അല്ല, ഞാനിപ്പോ അവരുടെ വീടുകളിലൊക്കെ സന്ദർശനം നടത്തിയതാ. ഒരാഴ്ച മുമ്പ് ഉത്തർപ്രദേശിലെ സമ്പലിൽ പോയി കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകളിലൊക്കെ പോയി വന്നതാണ്. അവിടെ നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാരെ അവരിതിന്റെ വിശ്വാസികളായി എന്നുള്ളതിൽ ക്രൂരമായി വെടിവെച്ചു കൊന്നതാണ്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞല്ലോ അത്തരം അനാവശ്യ സർവേകൾ നടത്തരുതെന്ന് ഉത്തരവിട്ടില്ലേ? അലഹാബാദ് ഹൈക്കോടതി മറ്റു മാധ്യമങ്ങളുടെ ഈ ഇരവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ മതത്തിന്റെ പേരിൽ ആളുകൾ വേർതിരിക്കല്ലേ? ബംഗ്ലാദേശിലെ ഹൈന്ദവ സഹോദരങ്ങളും ഇന്ത്യയിലെ മുസൽമാന്മാരും ഫലസ്തീനിലെ എല്ലാ മതക്കാരും ഒരേപോലെ കാണില്ല. എല്ലാരെയും ഒരേപോലെ കാണും. ഇന്ത്യയിലെ മുസൽമാന്മാരെ വെടിവെച്ച് കൊല്ലാം, ആക്രമിക്കാം, അതിന് BJP സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ബംഗ്ലാദേശിലും ഫലസ്തീനിലും നടക്കുന്നത് നിങ്ങൾ വേറെ രീതിയിൽ കാണുന്നു. എല്ലാ മനുഷ്യരാണ്, എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണും. ഹൈന്ദവ ദർശനങ്ങളിൽ എവിടെയെങ്കിലും മറ്റു മതസ്ഥരെ കൊല്ലാനോ